ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഒരു കണ്ടംപററി ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മ്യൂസിക് ഫീൽഡിനകത്തുള്ള ഒരു കോൺട്രോവേഴ്സി നടക്കുന്നത് പലരും ശ്രദ്ധിച്ചു കാണും. കർണാട്ടിക് മ്യൂസീഷ്യൻ TM കൃഷ്ണയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കോൺട്രോവേഴ്സിയാണിത്. അദ്ദേഹത്തിന് 2024 സംഗീത കലാനിധി എന്ന അവാർഡ് കൊടുത്തു. അത് കൊടുത്തത് ചെന്നൈയിലെ മ്യൂസിക് അക്കാഡമിയാണ്. മിസ്റ്റർ TM കൃഷ്ണ എല്ലാവരും അറിയുന്നത് പോലെ ഒരു റിനൗണ്ട് കർണാട്ടിക് മ്യൂസീഷ്യനാണ്. പക്ഷേ ഈ അവാർഡ് കൊടുത്തതോടുകൂടി വല്ലാത്തൊരു കോൺട്രോവേഴ്സി അതിനെ ചുറ്റിപ്പറ്റി വന്നു. ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചില മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള വ്യൂസ്, ചില റിയാക്ഷൻസ്, ഒരു കോമൺ മാൻ എന്നുള്ള നിലയിൽ, ഒരു മ്യൂസിക് ലവർ എന്ന നിലയിൽ, മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ചില ഫീലിങ്സ് ആൻഡ് വ്യൂസ്, അതുമാത്രമല്ല ഇതിനകത്ത് പുനർചിന്തനം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നില്ലേ എന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. മിസ്റ്റർ TM കൃഷ്ണ ഒരു കർണാട്ടിക് മ്യൂസീഷ്യനിൽ നിന്ന് ഉപരി ഒരു റൈറ്റർ, ആക്ടിവിസ്റ്റ് എന്നിങ്ങനെ പല നിലകളിൽ പ്രസിദ്ധനാണ്. മാക്സേസെ അവാർഡ് വിന്നറാണ്. വലിയ വലിയ ഭാഗവതർ, സീതാരാമ ശർമ്മ, ചിങ്കേൽപ്പട്ട് രഘുനാഥൻ, ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെ അടിയിൽ അഭ്യസിക്കുകയും ഒരു ടെൻഡർ ഏജ് ഓഫ് 12 വയസ്സ് മുതൽ പാട്ട് പാടുവാൻ, കൺസേർട്സ് കൊടുക്കുവാനും ആരംഭിച്ച ഒരു വ്യക്തിയുമാണ്. അപ്പൊ ഇവിടുത്തെ കോൺട്രോവേഴ്സി എന്താണെന്ന് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ കലാനിധി അവാർഡ് ഈ മാർച്ച് 18 കൊടുത്തപ്പോഴത്തേക്ക് മ്യൂസിക് അക്കാഡമിയുടെ പ്രസിഡന്റ് മിസ്റ്റർ മുരളി പ്രസ്താവിച്ചത് TM കൃഷ്ണയുടെ മ്യൂസിക്കിലുള്ള ആ പെർഫോമൻസ്, നോളജ്, അദ്ദേഹത്തിന്റെ വോയിസ്, അതിന്റെ ട്രഡീഷൻ, അതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ ആണ് ഈ അവാർഡ് എന്നാണ് പ്രസ്താവിച്ചത്. പക്ഷേ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറേയധികം മ്യൂസീഷ്യൻസ് രംഗത്ത് വന്നു. ലീഡിംഗ് ദം രഞ്ജിനി ആൻഡ് ഗായത്രി, ഫേമസ് കർണാട്ടിക് മ്യൂസീഷ്യൻസ്, ട്രിച്ചൂർ ബ്രദേഴ്സ് എന്നിവരെല്ലാം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ വോസിഫറസ് ആയിട്ട് പ്രസ്താവനകൾ ഇറക്കുകയും അവർ ഈ മ്യൂസിക് കോൺഫറൻസ് 2024 നിന്നും വിത്ഡ്രോ ചെയ്യുകയും ചെയ്തു. കൃഷ്ണയുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മേജർ അലിഗേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആന്റി ബ്രാഹ്മിൻ സ്റ്റാൻഡ് ഒന്ന്, പിന്നെ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ഇറക്കിയത് മൂലം ചില ഫേമസ് കർണാട്ടിക് മ്യൂസീഷ്യൻസ് ലൈക്ക് MS സുബ്ബലക്ഷ്മി, ത്യാഗരാജ ഭാഗവതരെ, അവരുടെ എല്ലാം ഡിസോണർ ചെയ്തു എന്നുള്ള ഒരു അലിഗേഷനാണ്. ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ടു ഡീജനറേറ്റ് ദ സ്പിരിച്വാലിറ്റി ഇൻ കർണാട്ടിക് മ്യൂസിക്, ആൻഡ് ദിസ് ഇസ് ദി മേജർ അലിഗേഷൻ. സോ TM കൃഷ്ണ ഒരു വളരെ വലിയ റിഫോമിസ്റ്റ് ആയിരുന്നു. കർണാട്ടിക് മ്യൂസിക് സിസ്റ്റത്തിനകത്തുള്ള കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് തന്റെ വോയിസ് ഉയർത്തിയ ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ TM കൃഷ്ണ. പിന്നെ ഇതിനകത്തുള്ള ഒരു ബ്രാഹ്മിൻ ഡോമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടും ഒരുപാട് വോസിഫറസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള വാസ്തവസ്ഥിതി എന്തായാലും എവറിബഡി നോസ് ദാറ്റ് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് ഒരു ബ്രാഹ്മിൻ ഡോമിനേഷൻ ട്രഡീഷണലി ഉണ്ടായിരുന്നു. ഇൻഫാക്ട് സോ മച്ച് സോ ഈവൻ ഈ മ്യൂസിക് അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്നതിലും മെജോറിറ്റി ഓഫ് ദം ആർ ബ്രാഹ്മിൻ ഡോമിനേറ്റഡ്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ആ ഒരു കാസ്റ്റ് ബയസ് നമുക്ക് മനസ്സിലാക്കാം, അത് വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് കൂടുതൽ ജനകീയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജാതി, ഈ മതം, ഇതൊന്നും അല്ലാതെ എല്ലാവരും കർണാട്ടിക് മ്യൂസിക്കിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അതിനകത്ത് ആഴത്തിലേക്ക് പോവുകയും പെർഫോമൻസസ് കൊടുക്കുകയും എല്ലാം ചെയ്തു തുടങ്ങി. അപ്പോൾ TM കൃഷ്ണയെ പോലുള്ള ഒരു വ്യക്തി അതിനെ എത്രത്തോളം ജനകീയമാക്കാൻ നോക്കുക, എത്രത്തോളം റിഫോംസ് അതിനകത്ത് കൊണ്ടുവരാൻ നോക്കുക, ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനൊന്നും ആർക്കും എഗെയിൻസ്റ്റ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. മേ ബി in his effort to make it more popular and more democratic, to bring it out of all the caste and creed and gender discriminations and Brahmin domination, അങ്ങനെയുള്ള ഇതിനകത്ത് ചില വാക്കുകൾ ഉപയോഗിച്ചതിനകത്ത് ചിലരുടെ സെന്റിമെന്റ്സിനെ അത് അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി വെൻ ഹി ടോക്ഡ് അബൌട്ട് MS സുബ്ബലക്ഷ്മി, ത്യാഗരാജ ആൻഡ് ഓൾ, അവരെല്ലാം വലിയ നമ്മൾ വളരെയധികം ബഹുമാനത്തോടുകൂടി കർണാട്ടിക് മ്യൂസിക് സിസ്റ്റത്തിൽ ഇങ്ങനെ വച്ചിരിക്കുന്ന അവരെ പറ്റിയുള്ള ചില അദ്ദേഹം ഇന്റൻഷണൽ ആണെങ്കിലും അൺഇന്റൻഷണൽ ആയിട്ടും ചെയ്ത ചില പ്രസ്താവനകൾ, ചിലരുടെ സെന്റിമെന്റ്സിനെ, ഈവൻ അഗെയിൻസ്റ്റ് ബ്രാഹ്മിൻ ലേഡീസിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളെ അവരുടെ ചില കമ്മ്യൂണിറ്റീസിന്റെ അവരുടെ സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൂസ് റൈറ്റ് ആൻഡ് ഹൂസ് ബാഡ് എന്ന് നമുക്ക് പറയാൻ വലിയ പ്രയാസമാണ്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വളരെ മോഡേൺ ചിന്താഗതികളുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ കൃഷ്ണ. അദ്ദേഹത്തിന്റെ ഓരോ അഭിപ്രായങ്ങളും വ്യൂസും എല്ലാം ഓവർ ദ ഇയേഴ്സ് he has been his actions also speaks a lot regarding മോഡേണൈസിങ്, ആ ഒരു ട്രഡീഷണൽ ഫോമാറ്റിൽ നിന്നും മാറി ചിന്തിക്കുവാൻ, ഔട്ട് ഓഫ് ദ വേ തിങ്കിങ് പ്രോസസ് അദ്ദേഹത്തിന് ഒരുപാട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ടു സം എക്സ്റ്റെന്റ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡാമേജിങ് ദ സെന്റിമെന്റ്സ് ഓഫ് സം കമ്മ്യൂണിറ്റീസ് ഓർ സം അതർ പീപ്പിൾ ഹു ആർ വെരി പാഷനേറ്റ് അബൌട്ട് സർട്ടൻ സിസ്റ്റംസ് ഓഫ് മ്യൂസിക്, അവരുടെ ഫീലിങ്സ് ഹർട്ട് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ സർട്ടൻ സിസ്റ്റത്തിനെ മോഡേണൈസ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് പേഴ്സണലി ടു മീ ഇറ്റ് ഈസ് എ വെൽക്കം ചേഞ്ച്. കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ശാഖ, unlike many other things, even as compared to Hindustani music, Carnatic music has a deep-rooted structure, വളരെ stringent and strict structure ഉണ്ട്. And it is based on, it has got a lot of importance given to the lyrics.
over the years Sanskritum, Tamilum, Kannada, Telugu, Malayalam, all lyrics are come into that. Whereas Hindustani music ഇത് കുറച്ചും കൂടെ flexible ആണ്, and lot of room for improvisations and flexibility is much more as compared to Carnatic music. അപ്പോൾ traditional thinking process, traditional learning, teaching, performance format, everything വളരെ stringent ആണ് in the case of Carnatic music. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ജനകീയമാണ്, എത്രത്തോളം പോപ്പുലർ ആണെന്ന് ചോദിച്ചാൽ ലോട്ട് ഓഫ് ഡൗട്ട്സ് അത്. ആസ് എ കോമൺ മാൻ ടു മീ, ഞാൻ കുറച്ച് കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഐ യൂസ് ടു ലൈക്ക് കർണാട്ടിക് മ്യൂസിക്. ഞാൻ ഒരുപാട് കർണാട്ടിക് മ്യൂസിക് കൺസേർട്സ് കേൾക്കാൻ പോയിട്ടുണ്ട്. സം ഓഫ് ദ ഫേമസ് കർണാട്ടിക് മ്യൂസിഷ്യൻസിന്റെ കച്ചേരി കേൾക്കാനൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം രസിച്ചിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് കാണാം ഇന്ന് എന്താണ് ആൾക്കാർക്ക് വേണ്ടത്, എത്ര പേര് ഒരു കർണാട്ടിക് മ്യൂസിക് കൺസേർട്സ് കാണാൻ ഇഷ്ടപ്പെടും? മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, വാട്ട് ഡു ദേ ലൈക്ക്, വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ലൈക്ക് ടുഡേ? ഇപ്പൊ നമ്മുടെ ടി വിയിലാകട്ടെ എന്തുമാത്രം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, റിയാലിറ്റി ഷോസ് ബേസ്ഡ് ഓൺ ഫിലിം സോങ്സ്. പക്ഷേ ഹൗ മെനി സച്ച് പ്രോഗ്രാംസ് കം അപ്പ് ഇൻ പ്രൈം ടൈം based on Carnatic music recitals or competitions, or even temple festivals programs. Earlier days there used to be a lot of such programs, പക്ഷേ over the years അതിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരികയാണ്. പബ്ലിക് പ്രോഗ്രാംസ് നോക്കിയാലും, ടി വി പ്രോഗ്രാംസ് നോക്കിയാലും, റേഡിയോ പ്രോഗ്രാംസ് നോക്കിയാലും, എവിടെ നോക്കിയാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വേറെ ഒരു തരത്തിലേക്ക് things are changing over the years. As the generation changes, the taste changes. So every system has to change with the time. Carnatic music, because of that stringent traditions and structure, it is very reluctant to change, or it is very slow. There are changes happening. Krishna has completely tried to reform that. They are formatil തന്നെ ഒരുപാട് ചേഞ്ചസ് വരുന്നു. അദ്ദേഹത്തിന്റെ കച്ചേരികളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലപ്പം നമ്മൾ സാധാരണ ഗീതം വെച്ച് തുടങ്ങി വാമപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സാധനം ഗീതം പുള്ളി അവസാനം കൊണ്ട് പാടും, അല്ലെങ്കിൽ ഇടയ്ക്ക് കൊണ്ട് പാടും. രാഗം, താരം, പല്ലവി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പാടും, കൂടുതൽ സ്വരങ്ങൾ പാടും. ചിലപ്പം അദ്ദേഹം ലിറിക്സിന് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ലൈക്ക് ഹിന്ദുസ്ഥാനി സോങ്സ് പോലെ ഇംപ്രൊവൈസേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ചില ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോങ്സ് അദ്ദേഹത്തിന്റെ കച്ചേരികളിൽ അദ്ദേഹം പാടും. ഒറിജിനലി the lyrics were based mainly on Hindu mythology and Hindu god based ആയിട്ടുള്ള Carnatic songs ആണ്. Over the years ഇപ്പം ജീസസിനെ പറ്റിയും, ഇൻഫാക്ട് കൃഷ്ണ says that I will be coming out with Carnatic songs based on Allah and Jesus and things like that. But അതാണ് അതിന്റെ the change which is happening in Carnatic music. It has to happen, lot of changes has to happen, but that if you're trying to do all the changes all of a sudden, it will be very difficult for people to accept big changes. Changes have to happen in a gradual way, especially a system like Carnatic music, which is deep rooted with a lot of traditions and a lot of structured methodology. Even Carnatic music in ippom chela bandgal Carnatic musics have been taken into certain bands, and it has become very famous, very popular. For example, Rangapura MS Subbulakshmiയുടെ ഒറിജിനൽ പാട്ടിനെ കാണുമ്പോൾ എത്രയോ ഫേമസ് ആണ്. ഹരീഷ് ശിവരാമകൃഷ്ണൻ അതിനെ വേറൊരു ഫോർമാറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇൻഫാക്ട് മൂവീസിൽ ഇപ്പം സ്വാമിനാഥ പരിപാലയ, നഗമോ ഇങ്ങനെയുള്ള പാട്ടുകൾ വന്നപ്പോൾ ഇതുമാത്രം ഫേമസ് ആയി, പെട്ടെന്ന് പോപ്പുലാരിറ്റി കൂടി. വൈ സോ? ദാറ്റ് മീൻസ് there is still a provision, there is still a room for making Carnatic music more and more പോപ്പുലർ, മോർ ആൻഡ് മോർ ജനകീയമാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ആൾക്കാരുടെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എവറിത്തിങ് ഹാസ് ടു ഗ്രാജുവലി ചേഞ്ച്. മൂവി സോങ്സിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവർ ദ ഇയേഴ്സ് എന്തുമാത്രം ചേഞ്ച് ആണ്. തുടക്കത്തിലുള്ള രാഘവൻ മാസ്റ്റർ, ബാബുക്ക, ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി, അർജുൻ മാസ്റ്ററിന്റെ ഒക്കെ ടൈമിൽ നിന്ന് ഇപ്പം ഓവർ ദ ഇയേഴ്സ്, ഇടയ്ക്ക് ഒരു കാലത്ത് ശ്യാം അങ്ങനെയുള്ളവരുടെ സംഗീതം വന്നു, പിന്നെ നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്ററിന്റെ ടൈം. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ് ഓൾ ടുഗദർ. ഇപ്പോഴുള്ള പഴയ ജനറേഷൻ ചിലപ്പോൾ ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിട്ട് തോന്നാം. ബട്ട് ദെൻ വൺ ഹാസ് ടു അക്സെപ്റ്റ് ദ ചേഞ്ച്. ദ ചേഞ്ചസ് ഹാവ് ടു ഹാപ്പൻ ഇൻ എ ഗ്രാജുവൽ വേ, വിത്തൗട്ട് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ദ ഓൾഡ് സിസ്റ്റം, ഓർ വിത്തൗട്ട് ഡാമേജിങ് the reputation of the old system. Things have to change. അപ്പോൾ അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കലോ ഒരു ഫോൾട്ട് ഫൈൻഡിങ്ങോ അല്ല. അന്നത്തെ സിസ്റ്റം ഇറ്റ് കുഡ് ഹാവ് ബീൻ. കർണാട്ടിക് മ്യൂസിക്കിന്റെ കാര്യം നോക്കിയാൽ വളരെ പണ്ടത്തെ ട്രഡീഷൻ, probably it would have been based on Brahmin domination, caste domination, Hindu domination. All these things, there are reasons, how it was originated, from the time it has originated. Later on, Hindustani music had a lot of influence from outside, Persian, Arabic, a lot of influence because of the invasion from outside. അങ്ങനെയാണ് പല മ്യൂസിക് സിസ്റ്റംസും ഇവിടെ ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഹിസ്റ്ററിയും അതിൻ്റെ ട്രഡീഷൻസും നോക്കിക്കഴിഞ്ഞാൽ there are reasons for everything, and things have to change with the times, and this has to happen in a gradual way. ഇപ്പോ വന്ന ഈ കോൺട്രോവേഴ്സിക്കുള്ള വേറൊരു മൂല കാരണം കൂടെ ഉണ്ട്. കൃഷ്ണസ് പ്രൈസ് ഓർ അസോസിയേഷൻ ഓർ ഹിസ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ്
EVR. EVR എന്ന് പറഞ്ഞാൽ who supposed to have propagated genocide of Brahmins, totally anti-Brahmin stand എടുത്ത മിസ്റ്റർ EVRനെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എടുക്കുന്നു മിസ്റ്റർ കൃഷ്ണ എന്നുള്ള ഒരു ബിയോണ്ട് ദ മ്യൂസിക് there is other factors. So I wouldn't definitely like to go into those details and touch upon that. Purely going by the point of view of music, the values നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബറി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന്റെ ചില വാല്യൂസ്, അതിന്റെ ചില മൂല്യങ്ങൾ നമ്മുടെ തുടക്കം മൂലം ഉണ്ടായിരുന്നത്, ഇറ്റ് കൻ അണ്ടർഗോ സ്ലോ ട്രാൻസ്ഫോർമേഷൻസ്. റിഫോംസ് ആൻഡ് റിന്യൂവൽ ഇസ് ഓൾവേസ് വെൽക്കം. പക്ഷേ the moment you step into sensitive issues like caste, gender, you should be very careful in your discussions and your actions and in your നമ്മുടെ പ്രസ്താവനകളിലെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കൃഷ്ണ ഐ റിയലി അഡ്മയർ ഫോർ ഹിസ് ability to think different, his journey of self-discovery, the evolution in his performance style. When Mr. Krishna engages himself in public debates and discussions, educating policy changes, he can be a bit more careful, without flaring up the sentiments and such controversies. That's all. Whatever be the reason, these musicians who withdrew from the festival as a mark of protest, whether it is true, whether it is right, അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നും. കാരണം അൾട്ടിമേറ്റ്ലി ഇൻ എനി ഡിബേറ്റ് യു വിൻ ഓർ ഐ വിൻ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ദ മ്യൂസിക് ഷുഡ് വിൻ. രണ്ട് ഫ്രാക്ഷൻസും ഓപ്പൺ മൈൻഡോടുകൂടി ഇതിനെ എടുക്കുക. എൻഡ് ഓഫ് ദ ഡേ, the traditions, the deep rooted structures and views and values of an age-old music system should be preserved with all due respect to the great musicians, the great forefathers and the musicians in the past. One should be ready for accepting changes to make it more and more popular, കൂടുതൽ ജനകീയമാക്കിക്കൊണ്ട്, ഡെമോക്രാറ്റ് ആക്കിക്കൊണ്ട്, all inclusive ആയിട്ടുള്ള ഒരു മ്യൂസിക് ഷുഡ് encompass the likings and likes and dislikes and entertainment for the entire population, beyond the boundaries. It has to go beyond the boundaries, everywhere. Beside, language o അങ്ങനെ ഒന്നും ഒരു ഫാക്ടർ ആവാൻ പാടില്ല. കാസ്റ്റോ റിലീജിയനോ ഒന്നും ഫാക്ടർ ആവാൻ പാടില്ല. എല്ലാവരും ഇഷ്ടപ്പെടണം. പിന്നെ it has to incorporate changes with the changing world. Thank you.